പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആമയും ഒച്ചും ഈ കഥ കേൾക്കൂ. എൻ്റെ പൊന്നാമച്ചേട്ടാ, ഒന്ന് വേഗം നടക്ക്. ഇങ്ങനെ പോയാൽ അടുത്ത വർഷം പോലും നമ്മൾ അവിടെ എത്തില്ല. സാവധാനത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന ആമയോട് മുയൽ പറഞ്ഞു. തിരക്കുണ്ടെങ്കിൽ നീ വേഗം പൊക്കോ. ആമ മുയലിനെ യാത്രയാക്കി. മുയൽ മടിയോടെയാണെങ്കിലും ആമയെ അവിടെ വിട്ട് ഓടിയകന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെക്കാൾ സാവധാനത്തിൽ ഇഴയുന്ന ഒരൊച്ചിനെ ആമ കണ്ടു. ലോകത്തിലേറ്റം പതുക്കെ ഇഴയുന്ന ജീവിയാണെന്നു ഞാൻ ഓർത്തിരുന്നു. എന്നെക്കാൾ പാതി വേഗത പോലുമീ ഒച്ചുകൾക്കില്ലെന്നറിഞ്ഞിടുന്നു. തന്നെക്കാൾ സാവധാനമിഴയുന്ന ഒച്ചിനെ ആ ആമ തൻ്റെ പുറത്ത് കയറ്റി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. മെല്ലെ ഇഴയുന്ന കൂട്ടുകാരാ, പയ്യെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു പോയാൽ എന്നു നീ ലക്ഷ്യത്തിലെത്തിച്ചേരും. എൻ്റെ പുറത്തു കയറിക്കൊള്ളുക. ആ ആമ നിർബന്ധപൂർവം ഒച്ചിനെ പുറത്തു കയറ്റി. വളരെ സാവധാനം ഇഴഞ്ഞു തുടങ്ങി. പാവം ഒച്ച്, അതാദ്യമായിട്ടാണ് ഒരാമയുടെ പുറത്ത് കയറുന്നത്. മാത്രമല്ല, തന്നേക്കാൾ വേഗത്തിൽ ഇഴയുന്ന ആമയുടെ പുറത്തിരുന്ന കുലുക്കം ഒച്ചിനെ ഭയപ്പെടുത്തി. അയ്യയ്യോ ചേട്ടാ, അയ്യയ്യോ ചേട്ടാ, പയ്യെ പയ്യെ, ഇത്രയും വേഗത്തിൽ ഓടിടല്ലേ, എന്നെ ഉരുട്ടി വീഴ്ത്തിടല്ലേ, പേടിച്ചു ഞാനും വിറച്ചിടുന്നു. അയ്യോ ആമച്ചേട്ടാ, ഇത്രയും വേഗത്തിൽ ഓടല്ലേ, എനിക്ക് പേടിയാവുന്നു, ഞാനിപ്പോൾ തെറിച്ച് താഴെ വീഴും. ഹ ഹ ഹ, ഏറ്റവും വേഗതക്കുറവ് എനിക്കാണെന്നാണ് കരുതിയത്. ഇപ്പോൾ മനസ്സിലായി അത് നിനക്കാണെന്ന്. ഇത് കേട്ട് ഒച്ചു മറുപടി നൽകി. ഓരോരുത്തരുടെയും സ്വഭാവവും രീതികളും വ്യത്യസ്തമാണ്. ഒരാളുടെ കൂടിയ വേഗത മറ്റൊരാൾക്ക് ഇഴഞ്ഞുപോക്കായി തോന്നും. നേരെ മറിച്ചും അനുഭവപ്പെടാം. അതുകൊണ്ട് ചേട്ടാ, നിൽക്കൂ, ഞാൻ താഴെ ഇറങ്ങി പതിവ് പോലെ ഇഴഞ്ഞു പോയിക്കോളാം എന്നു പറഞ്ഞ് ഒച്ച് താഴെ ഇറങ്ങി സാവധാനം ഇഴഞ്ഞുപോയി. പുതിയൊരു അറിവ് നേടിയ ആമയും തൻ്റെ യാത്ര തുടർന്നു.